മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല സപ്പിൾ ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ബേസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് എന്നുള്ളതാണ്. ഇത് തീർത്തും ഓപ്ഷണൽ ആണ് കേട്ടോ. ഞാൻ ഇൻസൈറ്റിന്റെ ഈ ഒരു കൺസീലർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എന്റെ ഡാർക്ക് സ്പോട്ട് ഉള്ള ഏരിയ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് മേക്കപ്പ് ആണെങ്കിൽ നിങ്ങൾ നെക്കിലും നമ്മുടെ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 3 രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും. എന്റെ ഈ ഒരു മേക്കപ്പ് ഈവനിങ് വരെ നിൽക്കാറുണ്ട് കേട്ടോ പൊതുവെ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് പക്ഷെ കുറച്ചൊരു ഹെവി ആയ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ അത്രത്തോളം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അവിടെ ആ ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വേണമെങ്കിൽ 2 മിനിറ്റ് നമുക്ക് കണ്ണടച്ച് നിൽക്കാം കേട്ടോ, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 2 കണ്ണിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ്, നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഫൈനൽ ആയിട്ട് ഇതാ ഞാൻ ഈ ഒരു NYBയുടെ മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രേ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോവി ആയി നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തുടങ്ങും. ഞാൻ ചിലപ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റും, എനിക്ക് ഉറപ്പില്ല മാറ്റോ ഇല്ലേ എന്നുള്ളത്. ഫേസ് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഇയറിംഗ്സ് പിന്നെ ഞാൻ നോർമൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഒക്കെ സിൽവർ ആണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.